വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചാണ് അല്ലേ, ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇത് കഴിഞ്ഞ വീഡിയോയുടെ ഒരു തുടർച്ചയാണ്, സെക്കൻഡ് പാർട്ടാണ്. ഈ വീഡിയോയിൽ നമുക്ക് ടൈം ആൻഡ് സ്പേസ് റെഫറൻസ്, അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റീന പറയാണ്, ഐ വെന്റ് ടു വർക്ക് യെസ്റ്റർഡേ. ഐ വെന്റ് ടു വർക്ക് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ജോലിക്ക് പോയി. ഞാൻ ഇന്നലെ ജോലിക്ക് പോയിരുന്നു. ഇതിൻ്റെ റിപ്പോർട്ടഡ് സ്പീച്ച്, റീന സെഡ് ഷീ ഹാഡ് ഗോൺ ടു വർക്ക് ദ ഡേ ബിഫോർ. ഐ ഷീ ആയിട്ട് മാറും. അതുപോലെ വെൻ ടു വർക്ക് എന്നുള്ളത് ഹാഡ് ഗോൺ ടു വർക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ആവും. സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആവും. യെസ്റ്റർഡേ എന്നുള്ളത് ദ ഡേ ബിഫോർ. ഇന്നലെ എന്നുള്ളത് തലേ ദിവസം, തലേന്ന് മലയാളത്തിൽ അങ്ങനെയാണ്, അതായിട്ട് മാറും. അപ്പോൾ റീന സെഡ് ഷീ ഹാഡ് ഗോൺ ടു വർക്ക് ദ ഡേ ബിഫോർ. മലയാളത്തിൽ ഇത്രയും കൃത്യമായിട്ട് പറയില്ല. റീന പറഞ്ഞു എന്താണ്, അവൾ ഇന്നലെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു എന്നാണ് ഇംഗ്ലീഷ്. പക്ഷേ പോയിരുന്നു എന്ന് പറയാറുള്ളൂ മലയാളത്തിൽ സാധാരണ സംസാരിക്കുമ്പോൾ. പക്ഷേ ഇംഗ്ലീഷിൽ സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആവും. പക്ഷേ ഈ സംഭാഷണം, അതായത് ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും ഒരേ ദിവസമാണ് നടക്കുന്നതെങ്കിലോ അപ്പോൾ ഈ മാറ്റങ്ങൾ എങ്ങനെയായിരിക്കും? അതായത് ഐ വെന്റ് ടു വർക്ക് യെസ്റ്റർഡേ എന്നുള്ളത് റീന സെഡ് ഷീ വെന്റ് ടു വർക്ക് യെസ്റ്റർഡേ. കാരണം ഇന്നാണ് പറഞ്ഞത്. ആ കാര്യം മറ്റൊരാളോട് ഇന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇന്നലെ എന്നുള്ളത് അവിടെ ശരിയാണ്. അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ തലേന്ന് അങ്ങനെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഇവിടെ യെസ്റ്റർഡേ. അതേ ദിവസമാണെങ്കിൽ യെസ്റ്റർഡേ. ഷീ വെന്റ് ടു വർക്ക് യെസ്റ്റർഡേ. ടെൻഷനും മാറ്റമില്ല. ഐ വിൽ കോൾ യു ടുമോറോ. ഐ വിൽ കോൾ യു ടുമോറോ. റിപ്പോർട്ടഡ് സ്പീച്ച്, രാജു said he would call you the following day. I will call you. will would ആവും. He would call you. I he ആവും. He would call you tomorrow എന്നുള്ളത് the following day, അടുത്ത ദിവസം എന്നാവും. നാളെ എന്നുള്ളത് അടുത്ത ദിവസമാവും. നമ്മൾ മലയാളത്തിലും അങ്ങനെ തന്നെയാണ് പറയുക. ഇനി the weather is nice here. The weather is nice here. Indirect speech, she said the weather was nice there. അത് വളരെ സിമ്പിളാണ്. The weather is nice here. അതിലെ the weather is was ആവും. Here there ആവും. The weather was nice there. ഇനി we will have a party this weekend. We will have a party this weekend. ഇതിൻ്റെ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ they said they would have a party that weekend. We will have a party എന്നുള്ളത് they would have a party this weekend, that weekend എന്നാവും. Next one, I saw you last week. I saw you last week. She said she had seen me the week before. ഈ പറയുന്നതിനും പറഞ്ഞതിനും ഒരാഴ്ച മുമ്പ് എന്നാണ്. She said she had seen. I saw you സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആവും. ഷീ ഹാഡ് സീൻ മീ, യു മീ ആയിട്ട് മാറും. ലാസ്റ്റ് വീക്ക് എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച എന്നുള്ളത് ദ വീക്ക് ബിഫോർ, മുമ്പത്തെ ആഴ്ച എന്നാവും. ഇനി ഇത് ഞാൻ ഒരു സ്ത്രീയോട് പറഞ്ഞിരിക്കുന്നു. ഐ എം സ്റ്റാർട്ടിങ് എ ന്യൂ ജോബ് ടുഡേ. ഇത് മറ്റൊരാൾ എന്നോട് പറയാണ്. യു ടോൾഡ് ഹർ യു വേർ സ്റ്റാർട്ടിങ് എ ന്യൂ ജോബ് ദാറ്റ് ഡേ. ഐ എം സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ്, അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആവും. ഐ യു ആവും. ഐ എം സ്റ്റാർട്ടിങ്, യു വേർ സ്റ്റാർട്ടിങ് എ ന്യൂ ജോബ് ടുഡേ. ഇന്ന് എന്നുള്ളത് ദാറ്റ് ഡേ, ആ ദിവസം, അന്ന്, ഈ സംഭാഷണം നടന്ന ദിവസം, അതാണ് ടുഡേ എന്ന്. ഇന്ന് എന്നുള്ളത് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ, റിപ്പോർട്ടഡ് സ്പീച്ചിൽ ദാറ്റ് ഡേ എന്നാവും, ആ ദിവസം. ഐ ഡോണ്ട് ലൈക്ക് മൈ ന്യൂ ഹെയർ കട്ട്. തോമസ് പറയുന്നു ഐ ഡോണ്ട് ലൈക്ക് മൈ ന്യൂ ഹെയർ കട്ട്.
Thomas said that he didn't like his new haircut. I don't like. He didn't like. ഇവിടെ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് സിമ്പിളായിട്ട് മാറി. കാരണം ഹെയർ കട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് താൽക്കാലികമായിട്ടുള്ളൊരു കാര്യമാണ്. അതെന്നും നിലനിൽക്കുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് ടെൻസ് മാറും. He said that he didn't like his new haircut. My new haircut, his new haircut. ഇനി ക്വസ്റ്റ്യൻസ് അതെങ്ങനെയാണെന്ന് നോക്കാം. Are you going to come with us? നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ? He asked. അയാൾ ചോദിച്ചു. If I was going to go with them. ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ അതാണ് ഡയറക്റ്റ്. അവരുടെ കൂടെ പോകുന്നുണ്ടോ അതാണ് ഇൻഡയറക്റ്റ്. He asked whether I was going to go with them. അങ്ങനെയാവാം. ഇഫിന് പകരം വെതറും യൂസ് ചെയ്യാം. He asked whether I was going to go with them. Saira, could you please give me a ride to the station? Could you please give me a ride to the station? Saira asked me to give her a ride to the station. Saira ചോദിക്കുകയാണ് ചെയ്തത്. Saira asked me to give her a ride to the station. സ്റ്റേഷനിലേക്ക് റൈഡ് തരാമോ? ഇവിടെ മീ എന്നത് ഹേർ എന്നായി മാറും. അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ സൈറ റിക്വസ്റ്റഡ് മീ ടു ഗിവ് ഹർ എ റൈഡ് ടു ദ സ്റ്റേഷൻ. സൈറ റിക്വസ്റ്റഡ് മീ ടു ഗിവ് ഹർ എ റൈഡ് ടു ദ സ്റ്റേഷൻ. സാധാരണ നമ്മൾ ഡെയിലി ലൈഫിൽ സംസാരിക്കുമ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കാനായിട്ട് വരാറൊന്നുമില്ല. നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് പറയുകയാണ് ചെയ്യുക. അപ്പോൾ ഇത്തരം എല്ലാ റൂൾസും പാലിക്കപ്പെടാറില്ല. അതുകൊണ്ട് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം. അത്രയേ ഉള്ളൂ. ഇതൊക്കെ എന്തെങ്കിലും എക്സാംസിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആകുമ്പോഴാണ് ഈ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് പ്രശ്നങ്ങൾ വരുന്നുള്ളൂ. അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ നമ്മൾ സ്ട്രെയിറ്റായിട്ട് ഇൻഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറയേണ്ടി വരുമ്പോൾ പറയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾക്കിങ്ങനെ ഓരോന്നും മാറ്റേണ്ട കാര്യമില്ല. ഒരു ടെൻസ് മാറ്റുക അല്ലെങ്കിൽ ഹിം എന്നുള്ളത് ഹേർ ആക്കുക, അങ്ങനെയൊന്നും അതിൻ്റെ ഒന്നും ആവശ്യം വരാറില്ല. നമ്മൾ ആ മീനിങ്ങിനനുസരിച്ച് പറയുകയാണ് ചെയ്യുക. എങ്കിലും ചില ടെൻസുകളുടെ കാര്യത്തിൽ, പ്രധാന ടെൻസുകളുടെ കാര്യത്തിൽ, അതുപോലെ ടൈം ആൻഡ് പ്ലേസ് റെഫറൻസിൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അത്യാവശ്യം വേണ്ട റിപ്പോർട്ടഡ് സ്പീച്ച്. സോ താങ്ക് യു. ടേക്ക് കെയർ. സ്റ്റേ ഓസം.